നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. രാജ്യത്ത് ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മനഃപൂർവ്വമായ വേട്ടയാടൽ നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചേർപ്പ് പഞ്ചായത്തിലെ ആശാരിക്കുന്നിൽ കിണറുമായി ബന്ധപ്പെടുത്തി സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിക്കെതിരെ അഴിമതി ആരോപണവുമായി BJP. YMCA തൃശൂർ സബ് റീജിയണിൽ റൂറൽ വിഭാഗത്തിൽ നിന്നുള്ള മികച്ച YMCA ആയി ചൊവ്വൂർ YMCA തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മനഃപൂർവ്വമായ വേട്ടയാടൽ നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒഡീഷയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന ഫാദർ ജോജു വൈദ്യക്കാരന്റെ ചേർപ്പ് പാലക്കലിലെ കുടുംബ വീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫാദർ ജോജോയുടെ ചെറുപ്പ് പാലക്കലിലെ കുടുംബ വീട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു ജോസഫും കുടുംബാംഗങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കഴിഞ്ഞ 4-5 വർഷങ്ങളായി ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുവരികയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. മുൻപ് 734 ആക്രമണങ്ങളായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 834 വർദ്ധിച്ചിരിക്കുകയാണ്. ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണമുള്ള മതന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ആക്രമിക്കപ്പെടരുത്. BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ബജ്രംഗ് ദൾ ഉൾപ്പെടുന്ന അക്രമികൾ ഇവർക്കെതിരെ അഴിഞ്ഞാടുകയാണ്. ഇവരെ നിയന്ത്രിക്കാൻ BJP തയ്യാറാകണം. ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നു വരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇത് വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അറിയാം. കഴിഞ്ഞ വർഷം 734 സംഭവങ്ങളാണ് നടന്നത്. ഈ വർഷം 834. അപ്പോൾ അത് വൈദികർ ധാരാളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ UP തന്നെ 100-ലധികം പാസ്റ്റർമാരും വൈദികരും ജയിലിലാണ്. പിന്നെ ക്രിസ്മസ് ആരാധനാ ക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നു. അതുകൂടാതെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു. ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പ്രശ്നമുണ്ടാക്കുന്നു. അവിടെ പുണ്യവാന്മാരുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ഒന്നും പ്രതിമ വയ്ക്കാൻ പാടില്ല, പ്രതിമ റിമൂവ് ചെയ്യണം, കുരിശ് വയ്ക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ്. ഒരു തരം ക്രിമിനലുകളാണ്, ഗുണ്ടാ സംഘങ്ങളാണ് ബജ്രംഗ് ദൾ എന്നുള്ള പേരിൽ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. സഭ നിശ്ചയിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ച് കന്യാസിമാർക്കും വൈദികർക്കും യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ക്രിമിനലുകളെ പോലെ, വലിയ കുഴപ്പക്കാരെ പോലെ, രാജ്യദ്രോഹികളെ പോലെ നോക്കുന്ന രീതിയിലാണ്. ഇതൊരു രാജ്യവ്യാപകമായി നടക്കുന്നൊരു വേട്ടയാടലാണ്. അപ്പോൾ ഇത് എല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഗവൺമെൻറ്റുകൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ, ഛത്തീസ്ഗഡിൽ, ഒഡീഷയിൽ, ഉത്തർപ്രദേശിൽ, അഹമ്മദാബാദിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ദേശീയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും നേതൃത്വം കൊടുക്കുന്ന പാർട്ടി വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് അവരവരുടെ അണികളോട് പറയാം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ കൂടാതെ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, സുനിൽ ലാലൂർ, ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, അവണിശ്ശേരി പാറളം മണ്ഡലം പ്രസിഡന്റുമാരായ പ്രിയൻ പെരിഞ്ചേരി, KR ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹൻ, KP സൂരജ്, ഫ്രാൻസിസ് വൈദ്യക്കാരൻ, VR ജിനീഷ്, ബൈജു സെൻ, പഞ്ചായത്ത് അംഗം VI ജോൺസൺ തുടങ്ങി നേതാക്കളും പ്രവർത്തകരും പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടായിരുന്നു. ചേർപ്പ് പഞ്ചായത്തിലെ ആശാരിക്കുന്നിൽ കിണറുമായി ബന്ധപ്പെടുത്തി സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിക്കെതിരെ അഴിമതി ആരോപണവുമായി BJP. 10 ലക്ഷം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച പദ്ധതിയിൽ അഴിമതി ആരോപിച്ച BJP കരിങ്കൊടി പ്രതിഷേധവും സംഘടിപ്പിച്ചു.
जय बोलो जय बीजेपी, जय बोलो जय बीजेपी, जय बोलो जय बीजेपी, जय बोलो जय बीजेपी. വാർഡില്ലാകെ അഴിമതിയാണ്, വാർഡില്ലാകെ അഴിമതിയാണ്, വാർഡില്ലാകെ അഴിമതിയാണ്, വാർഡില്ലാകെ അഴിമതിയാണ്. കുടിവെള്ളത്തിലും അഴിമതി നടത്തിയ, കുടിവെള്ളത്തിലും അഴിമതി നടത്തിയ, കുടിവെള്ളത്തിലും അഴിമതി നടത്തിയ കുടിവെള്ളത്തിലും അഴിമതി നടത്തിയ കോൺഗ്രസ് ഭരണം തുലയട്ടെ, കോൺഗ്രസ് ഭരണം തുലയട്ടെ. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ ആശാരിക്കുന്നിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്ന കുടിവെള്ള പദ്ധതി. ഇവിടെയുള്ള പഞ്ചായത്ത് കിണറുമായി ബന്ധപ്പെടുത്തിയാണ് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചത്. 10 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചതായി പറയുന്നത്. എന്നാൽ വേനലിൽ വെള്ളം വറ്റുന്ന കിണർ ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് തന്നെ അഴിമതിക്ക് തെളിവാണെന്നാണ് ബിജെപിയുടെ ആരോപണം. ബിജെപി ചേർപ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീരാജ്, ജില്ലാ സമിതി അംഗം ഹരിപ്രസാദ്, 19-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ പഴിയാറ്റിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകരും കരിങ്കൊടി പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇല്ലാത്ത വീടുകളിലേക്ക് കൃത്യമായിട്ട് കുടിവെള്ള കണക്ഷൻ എത്തിക്കുന്ന ജൽജീവൻ മിഷൻ പോലെയുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് തന്നെ ഒരു തരത്തിലും പ്രായോഗികമല്ലാത്ത രീതിയിൽ ഏപ്രിൽ മാർച്ച് മാസങ്ങളാകുമ്പോഴേക്കും വെള്ളം വെറ്റുന്ന ഒരു കിണറിന്റെ മുകളിൽ 3000 ലിറ്ററിന്റെ ഒരു ചെറിയ ടാങ്ക് സ്ഥാപിച്ച് അതിന് ഒരു ചെറിയ ഫ്രെയിമൊക്കെ കൊടുത്ത് ഒരു കോണിയൊക്കെ കൊടുത്ത് ഒരു 10-50 മീറ്റർ വരുന്ന ഒരു 2 ഇഞ്ചിന്റെ പൈപ്പ് ഘടിപ്പിച്ചതിന് 10 ലക്ഷം രൂപ ചെലവാക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് തീർത്തും അത്തരത്തിലുള്ള അഴിമതികൾ ഈ നാട്ടിൽ വെച്ചു പൊറിപ്പിക്കാനായിട്ട് BJP പോലെയുള്ള സംഘടന ഇവിടെ പ്രവർത്തിക്കുമ്പോൾ സാധിക്കില്ല എന്നുള്ളത് കോൺഗ്രസുകാര് നല്ലോണം ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്നാണ് ഈ അവസരത്തിൽ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ഓരോ അഴിമതിയുടെയും പുറകിൽ ഞങ്ങളുടെ BJP-ക്കാരുടെ കണ്ണുകളുണ്ട്, ഞങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ ഓർമ്മിക്കുക. YMCA തൃശൂർ സബ് റീജിയണിൽ റൂറൽ വിഭാഗത്തിൽ നിന്നുള്ള മികച്ച YMCA ആയി ചൊവ്വൂർ YMCA തിരഞ്ഞെടുക്കപ്പെട്ടു. 2024-25 വർഷത്തിലെ പ്രവർത്തന മികവാണ് ചൊവ്വൂർ YMCAക്ക് ഈ നേട്ടം സമ്മാനിച്ചത്. തൃശൂർ YMCA ഹാളിൽ നടന്ന സബ് റീജിയൻ വാർഷിക പൊതുയോഗത്തിൽ വെച്ചായിരുന്നു ചൊവ്വൂർ YMCA ആദരിക്കപ്പെട്ടത്. YMCA കേരള റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ട്രോഫി സമ്മാനിച്ചു. സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി അധ്യക്ഷനായി. YMCA നാഷണൽ സെക്രട്ടറി NV എൽദോ മുഖ്യപ്രഭാഷണം നടത്തി. ഹൈസ്കൂൾ YMCA നാഷണൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ചൊവ്വൂർ YMCAയിലെ ജസ്മരി ആൻഡോയെ യോഗത്തിൽ ആദരിച്ചു. അർബൻ വിഭാഗത്തിൽ നിന്നുള്ള ട്രോഫിക്ക് ഒല്ലൂർ YMCA തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പ്രൊഫഷണൽ ഡിഗ്രി കരസ്ഥമാക്കിയ YMCA കുടുംബാംഗങ്ങളായ 17 പ്രതിഭകളെയും യോഗത്തിൽ ആദരിച്ചു. ഡയാലിസിസ് സഹായ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ സജു ചാക്കോ, ജസ്മരി ആൻഡോ, സ്പോർട്സ് ആൻഡ് റീക്രിയേഷൻ നാഷണൽ കമ്മിറ്റി ചെയർമാൻ റെജി വി മാത്യു, സബ് റീജിയൻ കൺവീനർ ജോബിൻസ് പീറ്റർ, PD മാത്യു, സബ് റീജിയൻ വൈസ് ചെയർമാൻ ബേബി വാഴക്കാല എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ വയോധിക മരിച്ചു. പൂവത്തൂർ പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ വയോധിക മരിച്ചു. പൂവത്തൂർ പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. പൂവത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെ പൂച്ചക്കുന്ന് വളവിൽ വെച്ചായിരുന്നു അപകടം. ബസ്സിൽ കയറിയതിനു ശേഷം പിന്നിലെ സീറ്റിലേക്ക് നടന്നു പോകുന്നതിനിടെ ബാലൻസ് നഷ്ടപ്പെട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഡോർ അടച്ചിരുന്നെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ ഡോർ തുറന്ന് നളിനി പുറത്തേക്ക് തെറിച്ചു വീണു. അപകടം നടന്നയുടൻ നളിനിയെ പറപ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ബസ്സിനകത്തെ CCTV ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ചേർപ്പസേനൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1993 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി പുനഃസമാഗമം നടന്നു. 32 വർഷങ്ങൾക്ക് ശേഷം നടന്ന പൂർവ്വ വിദ്യാർത്ഥി പുനഃസമാഗമം പൂർവ്വ അധ്യാപകരുടെ സാന്നിധ്യത്തോടെ അവിസ്മരണീയമായി. 32 വർഷങ്ങൾക്കിപ്പുറമുള്ള പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക ഒത്തുചേരലിനാണ് പുനഃസമാഗമം വേദിയായത്. മുൻ അധ്യാപികമാരായിരുന്ന ജാതവേദൻ, ശങ്കരൻകുട്ടി, കൗസല്യ, രാധ, ലീല, രാധ, സുമതി, പത്മാവതി എന്നിവർ ചേർന്ന് പുനഃസമാഗമം ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ പ്രഭാഷണം സരിത നിർവഹിച്ചു. അധ്യാപിക സുമതി അധ്യക്ഷയായി.
പ്രസിഡന്റ് ഷെമീന, വൈസ് പ്രസിഡന്റ് ഷൈന, സെക്രട്ടറി ഗീത, ട്രഷറർ സ്മിത, കൈരളി, സബിത മൂസ് എന്നിവർ സംസാരിച്ചു. VS പ്രസീത, സോഫിയ, ശ്രീദേവി, സ്വപ്ന, ശ്രീവിദ്യ, ഷിൽജ, ഷിംജി, വിജു, ബുഷറ, ചിത്ര, സജിത തുടങ്ങിയവർ പുനഃസമാഗമത്തിൽ കലാലയ സ്മരണകൾ പങ്കുവച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTA ചെർപ്പ് ഏരിയ മെമ്പർഷിപ്പ് ദിനാചരണവും മെമ്പർഷിപ്പ് കാർഡുകളുടെ വിതരണവും നടന്നു. മെമ്പർഷിപ്പ് ദിനാചരണത്തിന്റെ ഭാഗമായി ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക വിശദീകരണ ക്ലാസും സംഘടിപ്പിച്ചു. ആനക്കല്ല് സെന്ററിൽ അവിണിശ്ശേരി സൊസൈറ്റി ഹാളിൽ നടന്ന മെമ്പർഷിപ്പ് ദിനാചരണം AKTA ജില്ലാ വൈസ് പ്രസിഡന്റും ചെയർപ് ഏരിയ സെക്രട്ടറിയുമായ TA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശോഭ സന്തോഷ് വിശദീകരണ ക്ലാസ് എടുത്തു. KS ബാലകൃഷ്ണൻ അധ്യക്ഷനായി. രമേശ്, അനിത, സുസ്മിത, രമേശ്, ഷൈനി, AV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് വല്ലച്ചിറ മാധവന്റെ ചെറുമകൻ R. രൂപേഷ് രചിച്ച നിലാവുള്ള രാത്രി എന്ന നോവൽ പുറത്തിറക്കി. തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിലായിരുന്നു പുസ്തകത്തിന്റെ പ്രകാശനം. പുസ്തകത്തിന്റെ രചയിതാവ് R. രൂപേഷിന്റെ അമ്മ ഗീതാഞ്ജലി പ്രകാശന കർമ്മം നിർവഹിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും നാടക സംവിധായകനുമായ ശശിധരൻ നടുവിൽ പുസ്തകം ഏറ്റുവാങ്ങി. സിനിമാ ഗ്രന്ഥരചയിതാവും നിരൂപകനുമായ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ അധ്യക്ഷനായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് മുഖ്യാതിഥിയായി. സിജോ എടപ്പള്ളി, പഞ്ചായത്ത് അംഗം TB സുബ്രഹ്മണ്യൻ, R. രൂപേഷ് എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 5-ന് തിരുവോണനാളിൽ കനോലി കനാലിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ക്ഷേത്രം റോഡിൽ ഹരേ രാമ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുറന്ന സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനങ്ങളിലൂടെ മുൻ വർഷങ്ങളിലേക്കാൾ ജലോത്സവം കൂടുതൽ മികവുറ്റതാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് സംഘാടകർ. CC മുകുന്ദൻ MLA സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ഉത്സവമാക്കി മാറ്റിയെടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യം എന്നതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ അങ്ങനെ ജനങ്ങളോട് ഉത്സവമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൻ്റെ സമിതി കമ്മിറ്റി ഓഫീസും അതിൻ്റെ പ്രവർത്തനമായിട്ട് കാര്യക്ഷമമായി നടന്നു പോയിരുന്നു. എന്തായാലും ഒരു നിലയ്ക്കും നമുക്ക് മാനസികമായി വേദന വരാത്തക്ക രീതിയിൽ എല്ലാവരെയും കൂട്ടിവയ്പ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ പറയുന്ന ജലോത്സവം അതിഗംഭീരമായി നടത്താനും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പണിമുടത്തിയതെന്നുള്ള മുഴുവൻ ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും ഈ ശ്രീരാമ ഭാഗത്തും അമ്പലത്തിൽ മുമ്പിൽ നടക്കുന്ന ഞാൻ ചില കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. നമ്മുടെ ഈ ഇത് നടക്കുന്ന സ്ഥലം ഒരു പുതിയ രീതിയിലൊരു വർക്കൊക്കെ നടത്തി ഇന്നത്തെ അവസ്ഥ ഈ കാലഘട്ടത്തിൽ ഈ വർഷം അതുമായി ബന്ധപ്പെടുത്തി നടത്തണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശുഭ സുരേഷ്, MR ദിനേശൻ, ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, താന്യം നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ അഷറഫ്, രജനി ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ സിജോ പുലിക്കോട്ടിൽ, ആന്റോ തുറയൻ, CS മണികണ്ഠൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TB മായ, CK കൃഷ്ണകുമാർ, സമിതി ഭാരവാഹികളായ ബെന്നി തട്ടിൽ, PC ശശിധരൻ, MV പവനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവോണനാളിൽ ഉച്ചയ്ക്ക് കനോലി കനാലിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിൽ 12ഓളം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ പങ്കെടുക്കും. കാലവർഷം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ പുള്ള മനക്കുടി പാടശേഖര മേഖല വീണ്ടും സജീവമാകുന്നു. കൊട്ടവഞ്ചി അടക്കമുള്ള ജലവിനോദങ്ങളും രുചിയേറും തട്ടുകട വിഭവങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് പുള്ള മനക്കുടി പാടശേഖരം. ചാഴൂർ, അരിമ്പൂർ ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പുള്ള് മനക്കുടി ഈ പാടശേഖര മേഖല സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ്. തൃശൂർ നിന്നും തൃപ്രയാറിൽ നിന്നും സ്വകാര്യ ബസ്സിലടക്കം ഇവിടേക്കെത്താൻ എളുപ്പമാർഗമാണുള്ളത്. ഏക്കറു കണക്കിനായി വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരത്തിന് നടുവിലായി വളവും തിരിവുമുള്ള റോഡ് നല്ലൊരു കാഴ്ചയാണ് സമ്മാനിക്കുക. വേനലിൽ പച്ച വിരിച്ചിരുന്ന നെൽപ്പാടം കാലവർഷപ്രീതിയിൽ വെള്ളം നിറഞ്ഞതോടെ കാറ്റിൽ കുഞ്ഞോളങ്ങളായി ഒഴുകുന്ന മനം നിറയുന്ന കാഴ്ചയായും മാറിക്കഴിഞ്ഞു. KLDC കനാലിലും റോഡിലും വെള്ളം നിറഞ്ഞതോടെയാണ് ഇവിടം വിനോദസഞ്ചാരത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. വെള്ളം താഴ്ന്നതോടെ പുള്ള് സ്വദേശിയായ വഞ്ചിക്കാരൻ വന്നേരി വീട്ടിൽ ഷാജി തന്നെ വിനോദസഞ്ചാരത്തിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു വന്നു. കനാലിൽ അടിഞ്ഞുകൂടിയ കുളവാഴയും ചണ്ടിയും കരിവാരിയുമെല്ലാം സ്വന്തമായി പണം ചെലവഴിച്ച് നീക്കം ചെയ്തു. 1.5 ലക്ഷത്തോളം രൂപ ഇതിനായി ചിലവഴിച്ചു. കഴിഞ്ഞ 2 മാസമായി ഇവിടം പൂർണ്ണമായും നിശ്ചലമായിരുന്നു. ഇതിനിടെ തട്ടുകടകൾ തുറന്നതോടെ വിനോദസഞ്ചാരികളുടെ വരവും തുടങ്ങി. മുൻപെന്ന പോലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് പലരും ഇവിടെ എത്തിച്ചേരുന്നത്.
6 കൊട്ടവഞ്ചികൾ, 4 പെഡൽ ബോട്ടുകൾ, 2 കയാക്കിംഗ് എന്നിവയാണ് ഇവിടെ ജലവിനോദത്തിനായി വന്നേരി ഷാജി ഒരുക്കിയിട്ടുള്ളത്. ലൈഫ് ജാക്കറ്റുകൾ നൽകിയും ലൈഫ് ഗാർഡുമാരുടെ സേവനമൊരുക്കിയും വിനോദസഞ്ചാരികളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. ടൂറിസം മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ കുളിക്കുന്നതിനിടെ ഒരു കുട്ടി മുങ്ങി മരിച്ചിരുന്നു. മറ്റു കുട്ടികളെ കുട്ടവഞ്ചികൾ ഉപയോഗിച്ച് അന്ന് രക്ഷപ്പെടുത്താനായി. ജലവിനോദങ്ങൾക്ക് ശേഷം പാടശേഖരത്തെ റോഡിലിരുന്നും സായാഹ്നം ശാന്തമായി ചെലവഴിക്കാം. വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ നിറച്ച 7ഓളം തട്ടുകടകളാണ് പുള്ള് മനക്കൊടി പാടശേഖര കാഴ്ച കാണാനെത്തുന്നവരെ കാത്തിരിക്കുന്നത്. ഏതായാലും മനം കുളിർപ്പിക്കുന്ന പാടശേഖരത്തെ കുഞ്ഞോളപ്പരപ്പും തട്ടുകടയിലെ രുചി വിഭവങ്ങളും ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെ വരവേൽക്കുകയാണ് പുള്ള് മനക്കൊടി പാടശേഖര കാഴ്ചകൾ. പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് പഴുവിൽ നടന്ന പ്രവാസി സംഘം ചെർപ്പ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രവാസി സംഘം ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. പഴുവിൽ സഹകരണ സംഘം ഹാളിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KS മോഹൻദാസ് അധ്യക്ഷനായി. മുതിർന്ന പ്രവാസി CI അഷ്റഫ് പതാക ഉയർത്തി. NK രവീന്ദ്രൻ അനുശോചന പ്രമേയവും AK നസീർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം NB മോഹനൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ TS ശ്രീരാജ, KA ബഷീർ, സജീവൻ മുളങ്ങിൽ, ലിജി അജിത് എന്നിവർ സംസാരിച്ചു. ട്രഷറർ KK അബ്ദുസലാം കണക്ക് അവതരണം നടത്തി. സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 124 പേർ പങ്കെടുത്തു. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചകൾക്ക് TS ശ്രീരാജ, AK നസീർ എന്നിവർ മറുപടി പറഞ്ഞു. 25 അംഗ ഏരിയ കമ്മിറ്റിയും അതിൽ നിന്ന് 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സജീവൻ മുളങ്ങിൽ, സെക്രട്ടറി AK നസീർ, ട്രഷറർ KK അബ്ദുസലാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചിറ്റുവേലി ജനകീയ കൂട്ടായ്മയുടെ ആദരം. 9ാം വാർഡിലെ 6 വിദ്യാർത്ഥികൾ കൂട്ടായ്മയുടെ ആദരം ഏറ്റുവാങ്ങി. CC മുകുന്ദൻ MLA ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടിണിയും പരിവട്ടവും കൃത്യമായ വിദ്യാഭ്യാസം ലഭിക്കാത്തൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സാമൂഹ്യ പാഠത്തിൽ നമുക്കിന്നറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പലരും പഠനം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ വികാസങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടവരുണ്ടാകാം. പക്ഷേ മനസ്സ് വേദനയോടെ ഈ ഗ്രാമത്തിൻ്റെ വികസനങ്ങളിൽ അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളിലൊക്കെ മുഖ്യ പങ്കുവച്ച ആര്, എന്തിന് എന്നൊക്കെ ചെറിയപ്പെടേണ്ട അനുഭവമാണ്. പഴയ കാലങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 1956 മുമ്പ് നമുക്കൊരു വലിയൊരു മാറ്റം വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചു. അന്ന് ഒന്നുമില്ല. കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘകാലം പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വഹിച്ച ഒരുപാട് മഹാന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതൊക്കെ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കേരള സംസ്ഥാനം ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം നേടി കുടുംബത്തെയും നാടിനെയും ചേർത്ത് പിടിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് MLA പറഞ്ഞു. അഭിനന്ദ് രമേശ്, KR വിവേക്, KS മുഹമ്മദ് സിനാൻ, PS അൽസൽന, ഫാത്തിമ, അനുജിത് മടക്കാവിൽ, KS അഞ്ജന എന്നിവരെ MLA ഉപഹാരം നൽകി ആദരിച്ചു. KK ജമാലുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ് അധ്യക്ഷനായി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് പേര് പൈസ ഉള്ളവരുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി വെക്കാതെ ഈ ചെലവാക്കിയ തുക അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാരിക്കുന്നത് ഒരു ദിവസം പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുഖമായിട്ട് ചെലവഴിക്കാം. പക്ഷേ എങ്കിലും അത് നാട്ടിലെ നമ്മൾക്ക് വിജയികളായ ആ മക്കൾക്ക് ഒരു ആദരവ് കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വളർന്ന് വലുതായി പഠിച്ച ഏക ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല, ആദ്യത്തെ ഡോക്ടർ നമ്മളെ സാധിക്കുക. കുവൈത്തിലൊക്കെ അത്രയും പേര് കേട്ട് എൻ്റെ വാപ്പയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഡോക്ടർ സാദിഖ്, പഞ്ചായത്ത് അംഗം രമ്യ ഗോപിനാഥ്, ഭഗവത് സിംഗ്, അർഷാദ് കാക്കശ്ശേരി, CC രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. താനം ഗ്രാമപഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് 3ഇടങ്ങളിൽ സ്ഥാപിച്ച LED ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് താനം പഞ്ചായത്തിലെ LED ലൈറ്റുകൾ.
പെരിങ്ങോട്ടുകര യാറത്തിങ്കൽ ജുമാ മസ്ജിദ് ശിപ്പായിമുക്ക് അഴിമാവ് കടവ് പാലം എന്നീ 3 ഇടങ്ങളിലാണ് പദ്ധതി പ്രകാരം പുതിയ LED ലൈറ്റുകൾ സ്ഥാപിച്ചത്. യാറത്തിങ്കൽ ജുമാ മസ്ജിദിന് മുൻപിൽ നടന്ന ചടങ്ങിൽ LED ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ഇത് വലിയ പൊങ്ങച്ച പറയുന്ന കൂട്ടത്തിലല്ല, പറഞ്ഞ കാര്യം നടത്തലാണ് നമ്മുടെ പണി, വേറെ ഒരു പണിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പള്ളിയുടെ കമ്മിറ്റിയും അതുപോലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഇത് ലൈറ്റ് ഇടാനുള്ള ആഗ്രഹം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഒരു 30 എണ്ണം നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ നമ്മുടെ പള്ളിയുടെ മുറ്റത്തു നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. വളരെ അള്ളാഹുവിന്റെ കർമ്മത്തോടെയുള്ള ഈ ഒരു തുടക്കം ഇനിയും ദൈവത്തോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നിങ്ങളുടെ കൂടെ അനുഗ്രഹം ഉണ്ടാകുന്നു. താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. വാർഡംഗങ്ങളായ OS അഷ്റഫ്, ഷീജ സദാനന്ദൻ, മീന സുനിൽ, സിജോ പുലിക്കോട്ടിൽ, മഹല്ല് വൈസ് പ്രസിഡന്റ് നൌഷാദ് ചക്കമലത്ത്, സെക്രട്ടറി ഷരീഫ് സാഹിബ്, EM ബഷീർ എന്നിവർ സംസാരിച്ചു. 2024-25 വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയാണ് നാട്ടിക നിയോജക മണ്ഡലത്തിൽ LED ലൈറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്താനായി അനുവദിച്ചത്. നിയോജക മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബന്ധപ്പെട്ട പദ്ധതിയുടെ ഭാഗമായാണ് താന്യം ഗ്രാമപഞ്ചായത്തിലെ 3 ഇടങ്ങളിൽ LED ലൈറ്റിംഗ് സംവിധാനം യാഥാർത്ഥ്യമാക്കിയത്. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 16-ന് ശനിയാഴ്ച സഹസ്രനാമ ലക്ഷാർച്ചന നടക്കും. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ സഹസ്രനാമ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമാകും. ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തിരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 8993703399 അല്ലെങ്കിൽ 9633531374 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9375 രൂപ, പവന് 75,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. രാജ്യത്ത് ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മനഃപൂർവ്വമായ വേട്ടയാടൽ നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചേർപ്പ് പഞ്ചായത്തിലെ ആശാരിക്കുന്നിൽ കിണറുമായി ബന്ധപ്പെടുത്തി സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിക്കെതിരെ അഴിമതി ആരോപണവുമായി BJP. YMCA തൃശൂർ സബ് റീജിയണിൽ റൂറൽ വിഭാഗത്തിൽ നിന്നുള്ള മികച്ച YMCA ആയി ചൊവ്വൂർ YMCA തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.